യോ കാലില്ലേ ഇങ്ങോട്ട് വരുന്നേ? ആണല്ലോ. അമ്മേ വെള്ളോട്ടങ്ങ് ഇറങ്ങല്ലേ, കഥവടച്ചിരുന്നോണേ. അയ്യോ, ആവശ്യമില്ലാത്ത ഒരു വീട്ടിൽ ഞാൻ കേറത്തില്ല. ഒരു അഡ്രസ് ചോദിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേ. നടന്നാണോ വന്നേ? വാഹനം എന്തി? വാഹനം ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി പുഞ്ചപ്പാടത്തോട്ട് ഇറക്കി വിട്ടേക്കുവാ. എനിക്ക് ഏതായാലും സന്തോഷമായി, കാരണം ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞല്ലോ. അപ്പൊ യഥാർത്ഥ പേര് കാലൻ തന്നെയാണോ? സർട്ടിഫിക്കറ്റിൽ എന്റെ പേര് മുത്തെന്നായിരുന്നു. മുത്തോ? നല്ല ക്യൂട്ട് നെയിം ആണല്ലോ. മുത്തേ പൊന്നെ പീടങ്ങല്ലേ എന്റെ കുറ്റം ചെയ്തു ഞാൻ. ഈ ഒരു ഡെസ്ക് കിട്ടിയായിരുന്നല്ല, അല്ലെങ്കിൽ താളം അടിക്കായിരുന്നു. താളം അടിച്ച് വെക്കാതെ മുത്ത് ചെല്ലാൻ നോക്ക്. മുത്തെന്നുള്ള പേര് ഞാൻ ഗസറ്റ് പരസ്യം ചെയ്തങ്ങ് മാറ്റി. അതെന്താ? അതായത് മുത്തുകാലൻ എന്നാണല്ലോ അറിയപ്പെടുന്നത്. പക്ഷെ ഇതെന്റെ ഇംഗ്ലീഷ് വായിക്കുമ്പോഴേ ഇതെടുത്തൊന്ന് വായിച്ചേ, മുതുകാലൻ. അതുകൊണ്ട് ഞാനത് മാറ്റി. ഈ സംസാരിച്ചിരുന്ന സമയം കാണാം. ഞാനൊരു കുടിക്കാൻ വല്ല എടുക്കട്ടെ. എന്തോ ഇപ്പൊ വിളിച്ചേ? അണ്ണാന്ന്. എനിക്ക് എന്നാ പല്ലേ ഉള്ളൂ. അല്ല, ഇപ്പൊ എന്നെ എന്തോ വിളിച്ചേ? അണ്ണാന്ന്. കണ്ണുനീർക്കണം കൺമദങ്ങളായി കല്ലിനുള്ളിലും ഈരനേകിയോ. കൊച്ചിനറിയോ, ലോകത്തെല്ലാവരുടെയും മുൻപിൽ ഒരു ദുഷ്ട കഥാപാത്രമാണ് ഞാൻ. ഇത്ര സ്നേഹത്തോടെ ആരും എന്നോട് സഹകരിച്ചിട്ടില്ല. അതൊക്കെ പോട്ടെ, 3 മാസമേ ആയുള്ളൂ PSC വഴി എനിക്ക് ഈ ജോലി കിട്ടിയിട്ട്. PSCയോ? പരലോകം സർവീസ് കമ്മീഷൻ. അപ്പോഴേ എന്റെ ഈ അഡ്രസ് ഒന്ന് നോക്കിയേ, ചേമ്പങ്കണ്ടത്തിൽ വീട്ടിൽ ആൻമറിയ. ചേമ്പങ്കണ്ടത്തിൽ? അയ്യോ, അത് ഇവിടുന്ന് 10 വീടിന് അപ്പുറത്തെ വീടാണല്ലോ. അവർക്ക് വലിയ പ്രായമൊന്നും ഇല്ല, അതുപോലെ അസുഖമൊന്നും ഇല്ലാത്തയാണല്ലോ. ഇതിപ്പോ ചെറുപ്പക്കാരുടെ സീസൺ ആണല്ലോ. മാത്രമല്ല, കുഴപ്പക്കാരെ പ്രായമുള്ളവരെ അങ്ങോട്ട് കൊണ്ടുവരണ്ടാന്ന് അവിടുത്തെ ഓർമ്മ. എന്നാ ഞാൻ നാത്തോട്ട് പോട്ടെ, എനിക്ക് ഇച്ചിരി ജോലിയുണ്ട്. അല്ലെ ഇവിടുത്തെ കാലിനിപ്പ് ഇങ്ങോട്ട് വരും. പോരുന്നോ എന്റെ കൂടെ? അല്ല, ചേമ്പങ്കണ്ടത്തിലെ വീടൊന്ന് കാണിക്കാൻ. അയ്യോ, ഞാൻ അങ്ങോട്ട് വരുന്നില്ല, അല്ലെങ്കിൽ ആ പഴിയും കൂടെ എന്തായാലും ആവും. ഗൂഗിൾ മാപ്പ് നോക്കി വന്നപ്പോ ഡെസ്റ്റിനേഷൻ ഈ സ്പോട്ടാണല്ലോ കാണിച്ചത്. അയ്യോ, ഗൂഗിൾ മാപ്പ് നോക്കിപ്പോന്ന എല്ലാവർക്കും ഈ ചതി പറ്റാറുണ്ട്. ഇതുകൂടെ കൂട്ടി 5ാമത്തെ തവണ എന്നെ ചതിക്കുന്നത്. എനിക്ക് ഇതുപോലെ ഒരു ചതി പറ്റിയിട്ടുണ്ട്. അല്ല, അങ്ങനെ എല്ലാരും ചതിക്കുന്ന പോലെ കാലിനെ ചതിക്കുന്നത് ശരിയല്ലല്ലോ. നിന്നെ ഒന്നും ഒറ്റ ഒരുത്തലും വിശ്വസിക്കരുത്. എന്റെ അണ്ണാന്ന് വിളിച്ച നാവുകൊണ്ട് എന്നെ വേറെ ഒന്നും വിളിപ്പിച്ചേക്കരുത്. അത് ശരി, അത്രക്കായോ? ഞാൻ ഞങ്ങളുടെ ഓഫീസിലോടൊന്ന് വിളിക്കട്ടെ. ഹലോ സാറേ, നമ്മുടെ ഫ്രണ്ട് ഓഫീസിലോടൊന്ന് കൊടുത്തേ. ഫ്രണ്ട് ഓഫീസിൽ ആശേ, മറ്റേ ആ കൊച്ചിന്റെ പേരങ്ങ് വെട്ടിയാരെ. ചേമ്പങ്കണ്ടത്തിൽ ആൻമറിയ, ആ പേരങ്ങ് വെട്ടിയാരെ. അതിന് പകരം വേറൊരാളുണ്ട്. എനിക്ക് ഭർത്താവ് പിള്ളേരുള്ള അടങ്ങി വെച്ചേ. ശരി, കൊച്ചിന് ഇവക്കെന്നൊരു പ്രാന്താണ് അവിടെ. നിക്ക്, എന്നെ പകരം ഞാൻ ഈ പറഞ്ഞ പേരെന്ന് കുറിച്ചിട്ടോ. ഈ ഗൂഗിൾ മാപ്പിൽ നമുക്ക് വഴി പറഞ്ഞ ഒരു ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചിയുടെ പേരെ ലിസ്റ്റ് കൊള്ളിച്ചിട്ട് അവരെ ലൊക്കേഷൻ കിട്ടുക. ഇപ്പൊ തന്നെ പൊക്കിയേക്കാം. ചതിക്കുത്തരം മുറിപ്പത്തൽ.